നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആപ്പാണ്. നമുക്ക് ഓൺലൈനായിട്ട് റേഡിയോ ചാനൽസ്, മലയാളത്തിലുള്ള റേഡിയോ ചാനൽസ് പരിപാടികൾ ആസ്വദിക്കാൻ പറ്റിയ ഒരാപ്പിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഇത് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ആപ്പാണ്. ഇത് കേൾക്കണമെങ്കിൽ ഡാറ്റ മാത്രം മതി, നെറ്റ് ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് ഹെഡ്സെറ്റും കാര്യങ്ങളൊന്നും കുത്തണമെന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇവിടെ മലയാളം റേഡിയോ എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കുറേ ആപ്സ് വരും. അപ്പോൾ ഇതിൽ ഈ കാണുന്ന മലയാളം റേഡിയോ ഓൺലൈൻ FM എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ കാറ്റഗറി, മലയാള FM, കമ്മ്യൂണിറ്റി റേഡിയോസ്, ഓൾ ഇന്ത്യ റേഡിയോസ്, ഇങ്ങനെ കുറേ കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ കുറേ റേഡിയോ ചാനൽസ് കാണാൻ പറ്റും. ഇതെല്ലാം ഫ്രീ ആണ്, പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം വർക്കിംഗ് ആണ്, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പരസ്യങ്ങൾ വരും, ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ വേറെയും കുറേ റേഡിയോ ചാനൽസ് ഉണ്ട്, കമ്മ്യൂണിറ്റി റേഡിയോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് കുറേ. ഇതെല്ലാം ഓരോരോ കാറ്റഗറി വൈസാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് പരസ്യം കയറി വന്നു, അതാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ റേഡിയോ, മുസ്ലിം റേഡിയോ, ഹിന്ദു റേഡിയോ. ഇതിലൊക്കെ ഭക്തിപരമായിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയും കിട്ടും. ഇവിടെ സിയോൾ എന്നുള്ളതിൽ നിൽക്കിയാൽ മതി. ഇത് കേൾക്കുന്നതിന് പ്രത്യേകിച്ച് ഹെഡ്സെറ്റൊന്നും കുത്തണ്ട, ആൻറ്റിനയുടെ ആവശ്യമൊന്നുമില്ല, നെറ്റ് ഉണ്ടായാൽ മതി. നല്ലൊരു റേഡിയോയാണ്, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.